നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം. പിതൃതർപ്പണത്തിനായി തൃക്കണ്ണാട് എത്തിയത് ആയിരങ്ങൾ. സാമൂഹിക തിന്മകൾക്കെതിരെ വ്യാപക ക്യാമ്പയിനുമായി സംയുക്ത ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന് കാഞ്ഞങ്ങാട്ട് തുടക്കം. അപകടം പതിയിരിക്കുന്ന നീലേശ്വരം കാര്യങ്കോട് പുഴയ്ക്ക് പുതിയ പാലം പണിയുന്ന കാര്യം മന്ത്രി ജി സുധാകരൻ, എം രാജഗോപാലൻ MLA അറിയിച്ചു. പാരിസ്ഥിതിക പ്രശ്നമില്ലാത്ത LED ബൾബുകളുടെ സാധ്യതകളെ കുറിച്ച് സെമിനാർ ഓഗസ്റ്റ് 6 കാഞ്ഞങ്ങാട്ട്. സ്കൂൾ ഭൂമി വനം വകുപ്പ് കയ്യേറുന്നതായി ആക്ഷേപം. മഞ്ചേശ്വരം ഉദ്യാവര ഗുഡ സ്കൂൾ ഭൂമി കയ്യേറ്റത്തിനെതിരെ പ്രതിഷേധം ശക്തം. കണ്ണുള്ളവർ കാണണം ഈ ദുരിത കാഴ്ച. സുമനസ്സുകളുടെ സഹായത്തിന് കാത്ത് മധൂരിലെ സുബ്രഹ്മണ്യന്റെ മകൾ ദീക്ഷിത. വാർത്തകൾ വിശദമായി. കർക്കിടക വാവ് പ്രമാണിച്ച് പിതൃക്കൾക്ക് മോക്ഷം തേടി ആയിരങ്ങൾ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്ര സന്നിധിയിലെത്തി. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ക്ഷേത്രത്തിന് മുൻപിൽ കടൽ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ രാജേന്ദ്ര അരളിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങിന് നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ക്ഷേത്രകുളത്തിൽ തീർത്ഥസ്നാനം ചെയ്ത് മേൽശാന്തിയിൽ നിന്നും പുഷ്പങ്ങളും അരിയും വാങ്ങിയ ശേഷമാണ് കടൽ തീരത്തെ പന്തലിൽ പിതൃതർപ്പണത്തിനായി എത്തിയത്. ईशगिरीश नरेश परेश महेश विलेशय भूषण भो सांब सदा शिव शंभो शंकर शरणं मे तव चरणयुगम्. उमया दिव्य सुमंगल विग्रहया लिंगित वामांग विभो सांब सदा शिव शंभो शंकर. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ക്ഷേത്രത്തിൽ അതിരാവിലെ മുതൽ തന്നെ ലഘുഭക്ഷണം ഒരുക്കിയിരുന്നു. ഗതാഗത നിയന്ത്രണത്തിനും കടലിൽ അപകടമുണ്ടാവുകയാണെങ്കിൽ ആവശ്യമായ രക്ഷാപ്രവർത്തനത്തിനും പോലീസ്, കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ സേവനം ഒരുക്കിയിരുന്നു. ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിന് ക്ഷേത്ര ജീവനക്കാരും സായി സേവാ സമിതി, ക്ഷേത്രം മാതൃസമിതി, ആഘോഷ സമിതി, വനിതാ പോലീസ് എന്നിവരുടെ സേവനവും ഏർപ്പാടാക്കിയിരുന്നതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങുകൾ രാവിലെ സാധാരണ നിലക്കുള്ള തിലഹവനത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു. അതിനുശേഷം ഇവിടെ ബലിത്തറയിൽ ബലിത്തർപ്പണം പുരോഹിതൻ രാജേന്ദ്ര അരളിത്തായയുടെ മുഖ്യ പുരോഹിതനായിക്കൊണ്ട് ഏകദേശം അവിടെ 20-ലധികം പുരോഹിതന്മാർ ബലിത്തറയിൽ ഉണ്ട്. കാര്യങ്ങളൊക്കെ സുഗമമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പിതൃതർപ്പണത്തിനാവശ്യമായി ക്ഷേത്രത്തിലെത്തുന്നവരുടെ സൗകര്യാർത്ഥം വിവിധ ഭാഗങ്ങളിലേക്ക് ബസ്സുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന ഖ്യാതിയിൽ ദക്ഷിണകാശി എന്നാണ് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. പിണ്ടം കടലിലൊഴുക്കിയ ശേഷം വീണ്ടും കുളിച്ച് ക്ഷേത്രനടയിലെത്തി ത്രയംബകേശ്വരനെ വണങ്ങി തീർത്ഥവും പ്രസാദവും സ്വീകരിക്കുന്നതോടെ പിതൃമോക്ഷമായെന്നാണ് വിശ്വാസം. ഏക സിവിൽ കോഡിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഏക സിവിൽ കോഡിനും ഭരണഭീകരതയ്ക്കും മയക്കുമരുന്നിനുമെതിരെയാണ് കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഹോസ്ദുർഗ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പയിൻ മുൻ രാജ്യസഭാ അംഗമായിരുന്ന MP അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. ഓഗസ്റ്റ് 2 മുതൽ 31 വരെ തീയതികളിലായാണ് ക്യാമ്പയിൻ നടക്കുന്നത്. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ യുവതലമുറയെ കീഴടക്കുന്നത് ചെറുക്കാനും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ശക്തികൾ മതവിശ്വാസികളെ ചൂഷണം ചെയ്യുന്നത് ചെറുക്കാനും വ്യാപകമായ ബോധവൽക്കരണം നടത്തും. ക്യാമ്പയിന്റെ ഭാഗമായി സംയുക്ത ജമാഅത്തിന്റെ 72 അംഗ മഹലുകളിലും സ്ത്രീകൾ, പുരുഷന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരടക്കം മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്
ബോധവൽക്കരണ ക്ലാസും പ്രഭാഷണവും സംഘടിപ്പിക്കും. ബഷീർ വെള്ളിക്കുത്ത്, ബഷീർ ആറങ്ങാടി, ദാവൂദ് ഹാജി, ഹസൈനാർ, മുബാറക് ഹസൈനാർ ഹാജി, മൊയ്തു മൗലവി, വൺഫോർ അബ്ദുൾ റഹ്മാൻ, ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരത്തെയും ചെറുവത്തൂരിനെയും ബന്ധിച്ച് കാര്യങ്കോട് പുഴയ്ക്ക് പുതിയ പാലം നിർമ്മിക്കും. ഇത് സംബന്ധിച്ച് മന്ത്രി ജി സുധാകരൻ എം രാജഗോപാലൻ MLAക്ക് ഉറപ്പു നൽകി. ചെറുവത്തൂർ പഞ്ചായത്തിനെയും നീലേശ്വരം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയിലെ കാര്യങ്കോട് പാലത്തിന്റെ കാലപ്പഴക്കം പരിഗണിച്ചാണ് പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. തേജസ്വിനി പുഴയാൽ വേറിട്ട് നിന്നിരുന്ന ചെറുവത്തൂർ നീലേശ്വരം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്കോട് റോഡ് പാലം വന്നത് ജില്ലയുടെ ഗതാഗത സംവിധാനങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. പാലത്തിന്റെ കൈവരികൾ പാതിയും തകർന്ന കോൺക്രീറ്റ് സ്ലാബുകൾ അടർന്ന നിലയിലാണ്. പാലത്തിന്റെ കാലപ്പഴക്കം നിരവധി തവണ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ദേശീയപാതയിലെ പാലത്തിന്റെ ശോചനീയാവസ്ഥ കണ്ടറിഞ്ഞ എം രാജഗോപാലൻ MLA പൊതുമരാമത്ത് മന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. വളരെ അപകട ഭീഷണി നേരിടുന്ന സാഹചര്യമാണുള്ളത്. അത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് തന്നെ ആ അഭിപ്രായമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ MLA എന്നുള്ള നിലയിൽ എൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ട ഉടനെ തന്നെ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരനെ ഞാൻ പോയി നേരിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും ചെയ്തു. പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ മിനിസ്റ്റർ യഥാസമയം തന്നെ ഞാൻ കൊടുത്ത നിവേദനത്തിന്മേൽ തന്നെ ഏറ്റവും അടിയന്തരമായി പാലത്തിൻ്റെ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗിന് നിർദ്ദേശം നൽകുകയാണുണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. LED ബൾബുകളുടെ നിർമ്മാണ പ്രദർശനവും ഇവയുടെ സാധ്യതകളെക്കുറിച്ചുമുള്ള സംരംഭക സെമിനാർ ഓഗസ്റ്റ് 6-ാം തീയതി കാഞ്ഞങ്ങാട്ട് നടക്കും. ഖാദി ആൻഡ് സ്മോൾ എന്റർപ്രണേഴ്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ വൻ വിപണന സാധ്യതകളും തൊഴിലവസരവും നൽകുന്ന ഒരു ചെറുകിട വ്യവസായമാണ് LED ബൾബുകളുടെ നിർമ്മാണം. വൈദ്യുതിയോ സാങ്കേതിക മികവോ വൻ മുതൽ മുടക്കോ ആവശ്യമില്ലാത്തതും പരിസര മലിനീകരണവും ഉണ്ടാക്കാത്തതുമായ LED ബൾബുകളുടെ നിർമ്മാണത്തിനിവിടെ പ്രചാരം ലഭിച്ചിട്ടില്ലെന്നും ഈ വ്യവസായ രംഗത്തേക്ക് കടന്നുവരാൻ താൽപര്യമുള്ളവർക്ക് ബോധവൽക്കരണം നൽകുന്നതിനുമായാണ് ഓഗസ്റ്റ് 6-ന് ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഹോസ്ദുർഗ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിൻ്റെ LED ബൾബ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷനും അതിൻ്റെ വീഡിയോ പ്രദർശനങ്ങളൊക്കെ ആ സെമിനാറിൽ ഉണ്ടാവും. കൂടാതെ ഇതിനെക്കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങൾക്കും ഞങ്ങളവിടെ നിവാരണം നൽകും. അതോടൊപ്പം ഇത് ഗവൺമെൻറ് ഏതൊക്കെ ഏജൻസികളിൽ കൂടെ എന്തൊക്കെ ആനുകൂല്യം ഇത്തരത്തിലുള്ള യൂണിറ്റുകൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ക്ലാസ്സും അവിടെ ഈ പരിപാടിയിൽ വെച്ച് നടത്തുന്നുണ്ട്. ഈ രംഗത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, വനിതാ സംരംഭകർ, സ്വയം സഹായ സംഘങ്ങൾ, സന്നദ്ധ സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവർക്കായാണ് സെമിനാർ നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ അസീസ് അവേലം, അഡ്വക്കേറ്റ് ബാബുരാജ് കാഞ്ഞങ്ങാട്, പത്മരാജ് ഐങ്ങോത്ത് എന്നിവർ പങ്കെടുത്തു. സ്കൂളിന്റെ പുറമ്പോക്ക് സ്ഥലം അന്യായമായി വനം വകുപ്പ് അധികൃതർ കയ്യേറിയതായി പരാതി. മഞ്ചേശ്വരം ഉദ്യാവര ഗുഡ സ്കൂളിന്റെ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത്. കഴിഞ്ഞ ഞായറാഴ്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നാണ് ഇവിടെ അളന്ന് കരിങ്കൽ സ്ഥാപിച്ചത്. ഉദ്യാവര ഗുഡ മാലിഞ്ച ബയൽ റോഡ് 1972-73 CSRE പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും 8 മീറ്റർ അകലെയാണ് റോഡ് നിർമ്മിച്ചത്. 1972 ഉദ്യാവര ഗവൺമെന്റ് സ്കൂൾ നിർമ്മാണത്തിനായി പഞ്ചായത്ത് അധികൃതർ ഈ റോഡിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. 1976 സാമൂഹിക വനം വകുപ്പ് തൊട്ടടുത്ത 13 ഏക്കർ പുറമ്പോക്ക് സ്ഥലത്ത് ചെടികൾ നടാനുള്ള അനുമതിയും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം സ്കൂളിന്റേതാണെന്നും അല്ലെന്നുമുള്ള അവകാശവാദം നിലനിൽക്കെയാണ് വനം വകുപ്പിന്റെ ഈ നീക്കം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. സ്കൂളിന്റെ സ്ഥലവും പുറമ്പോക്ക് സ്ഥലവും ഡ്രൈനേജ് സ്ഥലവും വനവകുപ്പിന്റേതല്ലെന്നും അത് സ്കൂളിന്റേതാണെന്നുമാണ് നാട്ടുകാരുടെ അഭിപ്രായം. 72-73 പഞ്ചായത്തിന്റെ സ്കീമിൽ ക്രാഷ് സ്കീമിലാക്കിയത്. ഈ റോഡ് 8 മീറ്റർ വീതിയിൽ തലയും റോഡുണ്ട്. ഈ റോഡ് ഇപ്പോൾ നമ്മളെ ഫോറസ്റ്റുകാർ വന്നിട്ട് ഈ റോഡിൻ്റെ ഡ്രൈനേജ് മൊത്തം ബ്ലോക്ക് ആക്കിയിട്ട് റോഡിലേക്ക് ജനങ്ങൾക്ക് പോകാനും അല്ലെങ്കിൽ വാഹനത്തിന് പോകാനും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിൻ്റെ രീതിയിൽ പഞ്ചായത്തിന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. ഫോറസ്റ്റുകാർക്കും അതിനെപ്പറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഉടൻ തന്നെ ഈ ഗോരി കെട്ടിയതിനെ ഉടൻ തന്നെ മാറ്റിയിട്ട് നാട്ടുകാർക്കും വാഹനത്തിന് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും സ്ഥലത്തെത്തി ഈ സ്ഥലം പരിശോധിച്ചു. ഈ പ്രദേശത്ത് വനം വകുപ്പ് ഒരു പ്രവൃത്തിയും നടത്തരുതെന്നറിയിച്ച് പഞ്ചായത്ത് അധികൃതർ വനം വകുപ്പിന് കത്തയച്ചിട്ടുണ്ട്.
13 ഏക്കർ 2 ഏക്കർ സ്കൂളിന് മൈതാനമുണ്ടാക്കാൻ നൽകുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിനെ ഇല്ലാതാക്കാൻ ചില ഗൂഢശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്ന നാട്ടുകാരുടെ ആക്ഷേപം ശരിവെക്കുന്നതാണ് ഈ കണ്ടെത്തലുകൾ. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഭക്ഷണം പോലും കഴിക്കാനാവാത്ത ദുരിതം. പൊന്നുമോളുടെ രോഗത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് മധുർ വിവേകാനന്ദ നഗറിലെ സുബ്രഹ്മണ്യനും ഭാര്യയും. അന്നനാളത്തിൽ രൂപപ്പെട്ട തടസ്സമാണ് ഈ കുഞ്ഞുമോൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ദുരിതം സമ്മാനിച്ചത്. ആഹാരം കഴിക്കണമെങ്കിൽ ശസ്ത്രക്രിയ മാത്രമേ വഴിയുള്ളൂവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിന് ലക്ഷങ്ങളുടെ ചിലവ് വേണം. പക്ഷേ തുക കണ്ടെത്താനാവാതെ മകളെ നോക്കി സങ്കടപ്പെടുകയാണ് അച്ഛനും അമ്മയും. അന്നനാളത്തിലെ തടസ്സം കാരണം ദ്രവരൂപത്തിലുള്ള ആഹാരം മാത്രമേ ദീക്ഷിതയ്ക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ. ചോറ് പോലും അരച്ച് ജ്യൂസാക്കിയാണ് നൽകുന്നത്. 14 വർഷമായി ദീക്ഷിത കഴിക്കുന്നത് ദ്രവാഹാരം മാത്രമാണ്. അതുതന്നെ കഴിക്കുന്നത് അമ്മ സ്പൂണിൽ കോരി നൽകണം. ഇത് കഴിക്കുമ്പോൾ തന്നെ വേദന കൊണ്ട് നിലവിളിക്കുന്ന ദീക്ഷിതയെ നോക്കി കണ്ണീരൊഴുക്കുകയാണ് അമ്മയും അച്ഛനും. ചികിത്സിക്കാതെ ആസ്പത്രികളില്ല. കാസർഗോട്ടെയും മംഗലാപുരത്തെയും ഓരോ ആശുപത്രിയിലേക്കും മകളെയും കൊണ്ട് ഈ അച്ഛനും അമ്മയും ഓടാത്ത ദിനങ്ങളുമില്ല. മകളുടെ ചികിത്സയ്ക്കായി തങ്ങൾക്കുണ്ടായിരുന്ന 18 സെൻറ്റ് സ്ഥലം ഇതിനകം വിറ്റുകഴിഞ്ഞു. ബന്ധുക്കളുടെയും കാരുണ്യം പറ്റാത്ത നാട്ടുകാരുടെയും സഹായത്താൽ ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഓപ്പറേഷനു വേണ്ടി 5 ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ പെയിൻറ്റിംഗ് തൊഴിലാളിയായ അച്ഛന് 5 ലക്ഷം എന്നത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള ഏറ്റവും വലിയ തുകയാണ്. 3000 രൂപയോളം മാസത്തിൽ മരുന്നിന് മാത്രമായി ചിലവുണ്ട്. മഴക്കാലമായതിനാൽ പെയിൻറ്റിംഗ് തൊഴിലവസരങ്ങളും നന്നേ കുറവാണ്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറയുന്നത് പറഞ്ഞാൽ ഇവക്ക് വേറെ ഒരു പ്രോബ്ലം ഇപ്പോൾ ഇല്ല. ഇവക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവളെ നട്ടൽ വളവ് കൊണ്ട് അന്നനാളം നട്ടലിൻ്റെ ഉള്ളിലോട്ടാണ് വളർന്നുള്ളത്. അതുകൊണ്ട് അന്നനാള വളരാനുള്ള യാതൊരു ഇതില്ലാത്തത് കൊണ്ടാണ് അവൾക്ക് ഇപ്പോൾ ഈ വീണ്ടും ഭക്ഷണ പ്രോബ്ലം. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നട്ടലിൻ്റെ സർജറിയാണെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്താൽ ഈ പ്രോബ്ലം സോൾവ് ആവും. ഒക്കെ വളർച്ചയും കിട്ടും. ഇപ്പോൾ 14 വയസ്സിൻ്റെ കുട്ടിയാണ് ഉള്ളത്. ആകെ ഉള്ളത് 6-7 വയസ്സിൻ്റെ മാതിരിയാണുള്ളത്. അത് വളർച്ച കിട്ടുമ്പോൾ മെച്യൂർ ആവും, കുട്ടികളെ പോലെ ആവുമെന്ന് ഡോക്ടർ പറയുന്നത്. പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഭീമമായ തുകയ്ക്ക് മുന്നിൽ ആ അച്ഛനും അമ്മയും പകച്ചു നിൽക്കുന്നു. ദീക്ഷിതയ്ക്ക് 14 വയസ്സായെങ്കിലും 7 വയസ്സിൻ്റെ വളർച്ച പോലും ആ കുട്ടിക്കില്ല. പഠിക്കാൻ അതീവ താല്പര്യമുള്ള ദീക്ഷിത 3 വയസ്സ് വരെ ബെണ്ടിച്ചാൽ സ്കൂളിൽ പഠിച്ചിരുന്നു. എന്നാൽ തുടർച്ചയായി ക്ലാസ്സിലിരിക്കാൻ പറ്റാത്തതിനാൽ പിന്നീട് പഠനം നിർത്തുകയായിരുന്നു. ദീക്ഷിതയുടെ 10 വയസ്സുകാരനായ അനുജൻ ദീപേഷ് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ്. മധൂരിലെ ബഡ്സ് സ്കൂളിലാണ് ദീപേഷ് പഠിക്കുന്നത്. കുഞ്ഞുമോളെ രക്ഷിക്കാൻ സുമനസ്സുകൾ കൈകോർക്കുമെന്ന് തന്നെയാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷകൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിശ്വകർമ്മജർക്ക് 2% സംവരണം ലഭ്യമാക്കണമെന്ന് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി. നീലേശ്വരത്ത് സമാപിച്ച ജില്ലാ കൺവെൻഷനാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നീലേശ്വരത്തെ NKBM ഹാളിൽ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന കൗൺസിലർ അഡ്വക്കേറ്റ് UP ബാലകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആളുകൾക്ക് മുഴുവൻ കൊടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ കെ എം മാണി 2 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കാമെന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതിന്റെ ഓർഡർ ഇനി ഇറങ്ങിയിട്ടില്ല. അതിന് ഒരു ഫോളോ അപ്പ് നടത്താൻ നമ്മുടെ സംഘടനയ്ക്കും സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ നമ്മുടെ സമുദായം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് നമ്മളെല്ലാവരും സംഘടിച്ചേ മതിയാവും. ഗംഗാധരൻ ചുള്ളിക്കര അധ്യക്ഷത വഹിച്ചു. വി പത്മനാഭൻ, TK ശ്രീനിവാസൻ, രജിത രാമചന്ദ്രൻ, K പത്മനാഭൻ, മുള്ളൂൽ ശശി, NA പത്മനാഭൻ, രവി കോട്ടുമൂല എന്നിവർ സംസാരിച്ചു. നിലവിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിശ്വകർമ്മജ വിദ്യാർത്ഥികൾക്ക് 2% സംവരണം ലഭ്യമാക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വി പത്മനാഭൻ പ്രസിഡന്റും രവി കോട്ടുമൂല സെക്രട്ടറിയും മുള്ളൂൽ ശശി ട്രഷററുമായി പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. മീൻപിടുത്തക്കാർക്ക് മാർഗനിർദ്ദേശവുമായി മടക്കര ഹാർബറിൽ തീരദേശ പോലീസ്. ഇനി മടക്കര ഹാർബറിൽ സംഘർഷങ്ങൾക്കോ വാക് തർക്കങ്ങൾക്കോ സ്ഥാനമില്ല. 1.5 മാസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെയാണ് പുതിയ മാർഗനിർദ്ദേശവുമായി തീരദേശ പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. തീരദേശ CI PK സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, ചന്തേര SI അനൂപ് കുമാർ,
ഫിഷറീസ് SI ജിജിമോൻ, മുനമ്പത്ത് ഗോവിന്ദൻ എന്നിവർ തീരദേശ പോലീസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ സംബന്ധിച്ചു. ആദ്യകാലത്ത് യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ടും സംശീകരിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഹാർബറിനകത്ത് ഉടനെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുള്ളത്. എനിക്ക് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാരണം ഒന്നാമത് തീരദേശ മേഖലയിൽ ജീവിക്കാത്ത ആൾ, ഇതുമായി ബന്ധപ്പെടാത്ത ആളുകൊണ്ടും മുനമ്പത്തെ പോലെ നീനാരായണനെ പോലുള്ള ആളുകൾക്ക് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷേ ഹാർബർ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി വളരെ മുമ്പ് തന്നെ ഇവിടെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. വള്ളം, ബോട്ട് തൊഴിലാളികൾക്ക് മീൻപിടുത്തവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കുക. തൊഴിലാളികൾ, ബോട്ട്, വള്ള ഉടമകൾ എന്നിവരുടെ സംഘടനാ പ്രതിനിധികൾ, പ്രദേശവാസികൾ എന്നിവർ മുൻകൈയെടുത്ത് ആക്ഷേപങ്ങൾക്കിടയാക്കാതെ ഹാർബറിന്റെ പ്രവർത്തനം സജീവമാക്കും. നാടൻ വള്ളങ്ങൾ, ബോട്ടുകൾ എന്നിവയ്ക്ക് ഈ മാസം 31 വരെ മീൻ പിടിക്കാം. രാവിലെ 5:30 പുറപ്പെട്ട് വൈകിട്ട് 5 ഹാർബറിൽ തിരിച്ചെത്തണം. ഇതര സംസ്ഥാന, ജില്ലാ ബോട്ടുകൾ, വള്ളങ്ങൾ എന്നിവ സെപ്റ്റംബർ 30 ശേഷം മാത്രമേ ഹാർബറിൽ പ്രവേശിക്കാവൂ. മെയ് 15 ഹാർബർ വിട്ടുപോവുകയും ചെയ്യണം. ബോട്ടുടമകളുടെ പ്രതികൾ അജാനൂർ, കാഞ്ഞങ്ങാട്, കടപ്പുറം ക്ഷേത്രം ഭാരവാഹികൾ, ഹാർബർ വികസന സമിതി ഭാരവാഹികൾ, പ്രദേശവാസികൾ എന്നിവർ സംബന്ധിച്ചു. ടി രവീന്ദ്രൻ സ്വാഗതവും തീരദേശ SI മാധവ് നായക് നന്ദിയും പറഞ്ഞു. ഓഗസ്റ്റ് 11 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് മുന്നോടിയായി കാസർകോട്ട് ഫെഡറൽ ബാങ്കിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, കരാർ സമ്പ്രദായം നിർത്തലാക്കുക, നിലവിലുള്ള ഒഴിവിലേക്ക് അടിയന്തരമായി നിയമനം നടത്തുക, ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കുക, സ്റ്റാഫിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓഗസ്റ്റ് 11 അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത്. ഇതിന് മുന്നോടിയായാണ് കാസർഗോഡ് ഫെഡറൽ ബാങ്കിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. EV മോഹനൻ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ ബാങ്കില് സൂചിപ്പിച്ചതുപോലെ 7 ദശാബ്ദക്കാലത്തോളം തൊഴിലാളികൾ ചോരയും നീരും മൂട്ടി വലുതാക്കി വളർത്തിയ വടവൃക്ഷമാക്കി വളർത്തിയിരിക്കുന്ന ഫെഡറൽ ബാങ്കിനെ ഇന്നിപ്പോൾ ഏറ്റെടുക്കാൻ കുറെ കാര്യസ്ഥന്മാർ വന്നിരിക്കുകയാണ്. അവർ ഉത്തരേന്ത്യൻ ലോബികൾക്ക് ഇതിനെ വിട്ടുകൊടുക്കുകയാണ്. അപ്പം അതിന് പരമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നടപടിയതുപോലെ തൊഴിലാളി വിരുദ്ധ നടപടികൾ കൊണ്ടുവരികയാണ്. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? പിൻവാതിലൂടെ ഔട്ട്സോഴ്സിംഗ് എന്ന ആരോപണപ്പെട്ടുകൊണ്ട് ശൈലേഷ്, മുരളീധരൻ, ഗോപാലകൃഷ്ണൻ, രാധാകൃഷ്ണൻ, ശശിധരൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കേരള കർണാടക അതിർത്തി പ്രദേശമായ തലപ്പാടിയിൽ പെട്രോൾ പമ്പിൽ നിന്നും എണ്ണയടിച്ച ശേഷം പണം കൊടുക്കാതെ മുങ്ങിയവർ ഉപയോഗിച്ച കാറ് കണ്ടെത്തി. തുമിനാട് ഹൈസ്കൂളിനടുത്ത ഫ്ളാറ്റിന്റെ പാർക്കിംഗ് സ്ഥലത്താണ് കാറ് കണ്ടെത്തിയത്. ജൂലൈ 15 രാത്രി 8 മണിയോടെയാണ് കർണാടക രജിസ്ട്രേഷൻ നമ്പറുള്ള മാരുതി കാർ തലപ്പാടി പെട്രോൾ പമ്പിൽ നിന്ന് 2000 രൂപയ്ക്ക് എണ്ണയടിച്ചത്. എണ്ണയടിച്ചു കഴിഞ്ഞ ഉടനെ പണം നൽകാതെ വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. പമ്പിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ ഇവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പമ്പിന്റെ ഉടമസ്ഥനായ ഹക്കീം മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം കുഞ്ചത്തൂരിലെ ഏതാനും യുവാക്കൾ ഇങ്ങനെയൊരു കാർ കുറെ നാളായി തുമിനാട് ഗവൺമെന്റ് ഹൈസ്കൂൾ റോഡിൽ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ടതായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർ പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥനെ വിവരം അറിയിച്ചതു പ്രകാരം CCTVയിലെ ദൃശ്യങ്ങളുമായി അയാൾ വരികയും പണം നൽകാതെ മുങ്ങിയ കാറാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആ വിവരം പോലീസിനെ അറിയിച്ചതു പ്രകാരം വണ്ടിയുടെ ഉടമസ്ഥനെ കണ്ടെത്തി. ഒരു സ്ത്രീയുടെ കാറാണ് ഇതെന്ന് മനസ്സിലാക്കിയ പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചതാണെന്ന് പറഞ്ഞു. മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന നിരവധി തട്ടിപ്പുകൾ വെളിച്ചത്തു കൊണ്ടുവരാൻ ഈ പ്രതികളെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ആഗോള ഭീകരതയ്ക്കെതിരെ ഭീമനടിയിൽ പ്രതിഷേധ റാലി. ഭീമനടി ക്രിസ്തുരാജ ദേവാലയം ഇടവകയിലെ 100 കണക്കിന് വിശ്വാസികൾ റാലിയിൽ അണിചേർന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയും നടന്നു. റവറന്റ് ഫാദർ ടോം ഉഴുന്നാലിന്റെയും ഫാദർ ഷാഖ് ഹമീദിന്റെയും ഫോട്ടോയും കയ്യിലേന്തി ജപമാല ചൊല്ലിക്കൊണ്ടാണ് ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള റാലി നടന്നത്. ഭീമനടി ക്രിസ്തുരാജ ഇടവകയിലെ 100 കണക്കിന് വിശ്വാസികൾ റാലിയിൽ അണിനിരന്നു. പ്രതിഷേധ റാലിക്ക് ഇടവക വികാരി റവറന്റ് ഫാദർ ആൻഡ്രൂസ് ടെക്കേൽ നേതൃത്വം നൽകി. ഭീമനടി കുരിശുപള്ളിയിലെത്തിയ റാലി അവിടെ പ്രത്യേകം സജ്ജമാക്കിയ ഫാദർ ഷാഖ് ഹമീദിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പൂക്കൾ അർപ്പിച്ചു. ഫാദർ ആൻഡ്രൂസ് ടെക്കേലിനോടൊപ്പം ഇടവക ട്രസ്റ്റിമാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കന്യാസ്ത്രീകൾ,
സൺഡേ സ്കൂൾ അധ്യാപകർ, വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ മെഴുകുതിരികൾ കത്തിച്ചു. ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനയും നടന്നു. തലശ്ശേരിയിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് KSRTC ബസ്. ചെറുപുഴ ഭീമനടി വഴി ഓടുന്ന ബസ്സിന് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പുതുതായി ഓട്ടം തുടങ്ങിയ സർക്കാർ ബസ്സിന് നർക്കിലക്കാട്, ഭീമനടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നാട്ടുകാർ സ്വീകരണം നൽകി. തലശ്ശേരിയിൽ നിന്നും രാവിലെ 8:10 പുറപ്പെടുന്ന ബസ് വൈകിട്ട് 4:45 കാഞ്ഞങ്ങാട്ട് എത്തും. ഇരട്ടി, തളിപ്പറമ്പ്, കണ്ണൂർ, ആലക്കോട്, ചെറുപുഴ, ഭീമനടി, നീലേശ്വരം വഴിയാണ് ബസ് കാഞ്ഞങ്ങാട് എത്തുന്നത്. കാഞ്ഞങ്ങാട്ട് നിന്ന് വൈകിട്ട് 5 മടക്കയാത്ര ആരംഭിക്കുന്ന ബസ് രാത്രി 8:30 തലശ്ശേരിയിലെത്തും. എല്ലാ യാത്രക്കാരെ സംബന്ധിച്ചും വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഈ KSRTC സർവീസ് വിജയകരമായി നടക്കും എന്ന വലിയ പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചത്. CPM വെസ്റ്റ് ഏരിയ സെക്രട്ടറി സാബു എബ്രഹാം, മലയോര മേഖലാ പാസഞ്ചേഴ്സ് അസോസിയേഷൻ കൺവീനർ MV രാജു, K ജനാർദ്ദനൻ, സജിത്ത്, വ്യാപാരികളായ ഷാജി, വേണുഗോപാൽ, KP നാരായണൻ എന്നിവർ സ്വീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. അസംഘടിത തൊഴിലാളികളെ ശക്തിപ്പെടുത്താനുള്ള ദൗത്യവുമായി CITU നേതൃത്വം നൽകുന്ന കേരള ആർട്ടിസൻസ് യൂണിയന്റെ ജില്ലാ സമ്മേളനം നീലേശ്വരത്ത് നടന്നു. LDF സർക്കാരിന് കൂടുതൽ ശക്തി പകരാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ കരുത്തുറ്റ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കേരള ആർട്ടിസൻസ് യൂണിയൻ CITUവിന്റെ ജില്ലാ സമ്മേളനം നീലേശ്വരം NG കമ്മത്ത് ഹാളിലായിരുന്നു നടന്നത്. CITU ജില്ലാ സെക്രട്ടറി കൂടിയായ M രാജഗോപാലൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖല, കയറും, കശുവണ്ടിയും, കൈത്തറിയും, വീടിയും, നെയ്ത്തുമെല്ലാം തകർച്ചയിലായിരുന്നു. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് ഈ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് ആ മേഖലയെല്ലാം തന്നെ സംരക്ഷിച്ച് ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തെ മുൻനിർത്തിയുള്ള ഇടപെടലുകൾ ആ ഗവൺമെന്റ് നടത്തി. കഴിഞ്ഞ 5 വർഷക്കാലമാകട്ടെ മറ്റെല്ലാ മേഖലയോടെന്നതുപോലെ തന്നെ തീർത്തും അപകടനാപരമായ, നിഷേധാത്മകമായ തൊഴിലാളി ദ്രോഹ, ജനദ്രോഹ നയ സമീപനങ്ങളായിരുന്നു കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായ മേഖലയിലും UDF ഗവൺമെന്റ് സ്വീകരിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും മറ്റു ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ LDF സർക്കാർ തൊഴിലാളികൾക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുമെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. BK രവികുമാർ അധ്യക്ഷത വഹിച്ചു. KV കുഞ്ഞികൃഷ്ണൻ, PK വിജയൻ, CV ജോയി, VP ശാന്ത, ശശി, M രാജീവൻ എന്നിവർ സംസാരിച്ചു. തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അനുവദിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കൂടുതൽ ശക്തി പകരാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം. പിതൃതർപ്പണത്തിനായി തൃക്കണ്ണാട് എത്തിയത് ആയിരങ്ങൾ. സാമൂഹിക തിന്മകൾക്കെതിരെ വ്യാപക ക്യാമ്പയിനുമായി സംയുക്ത ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന് കാഞ്ഞങ്ങാട്ട് തുടക്കം. അപകടം പതിയിരിക്കുന്ന നീലേശ്വരം കാര്യങ്കോട് പുഴയ്ക്ക് പുതിയ പാലം പണിയുന്ന കാര്യം മന്ത്രി G സുധാകരൻ, M രാജഗോപാലൻ MLA അറിയിച്ചു. പാരിസ്ഥിതിക പ്രശ്നമില്ലാത്ത LED ബൾബുകളുടെ സാധ്യതകളെ കുറിച്ച് സെമിനാർ ഓഗസ്റ്റ് 6 കാഞ്ഞങ്ങാട്ട്. സ്കൂൾ ഭൂമി വനം വകുപ്പ് കയ്യേറുന്നതായി ആക്ഷേപം. മഞ്ചേശ്വരം ഉദ്യാവര ഗുഡ സ്കൂൾ ഭൂമി കയ്യേറ്റത്തിനെതിരെ പ്രതിഷേധം ശക്തം. കണ്ണുള്ളവർ കാണണം ഈ ദുരിത കാഴ്ച. സുമനസ്സുകളുടെ സഹായത്തിന് കാത്ത് മധൂരിലെ സുബ്രഹ്മണ്യന്റെ മകൾ ദീക്ഷിത. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kasergodchannel.com.